അനിയത്തി പറയും അന്ന് ആൻ്റണി അങ്ങനെ വെറുതെ വിടരുതായിരുന്നു എന്ന് പറയും. സച്ചി പറയും രേവതിയുടെ ആഗ്രഹപ്രകാരം ഞാൻ അവനിട്ട് 2 പൊട്ടിച്ചിരുന്നു എന്ന് പറയും. ഇത് കേട്ട് രേവതി പറയും 2 അല്ല 6. അമ്മ പറയും സച്ചി ശരത്തിനെ തെറ്റിദ്ധരിക്കരുത്, അവന് ഈ വീഡിയോയിൽ ഒരു പങ്കുമില്ല. സച്ചി പറയും അതൊക്കെ വിട്, നമുക്ക് വേറെ എന്തൊക്കെ കാര്യമുണ്ട് സംസാരിക്കാമെന്ന് പറയും. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചി രേവതിയോട് കണ്ണുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കും. അപ്പോൾ രേവതി അമ്മയോട് ചോദിക്കും, അമ്മേ നമ്മുടെ സ്പെഷ്യൽ മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ എനിക്ക്. അമ്മ പറയാവോ ഉണ്ട്. അത് കേൾക്കുമ്പോൾ സച്ചിക്ക് സന്തോഷമാവും. സച്ചി വരുമ്പോഴേ അത് പറഞ്ഞിരുന്നു. അനിയത്തി ഷർട്ട് രസമുണ്ടോ എന്ന് പറയുമ്പോൾ സച്ചി പറയും എനിക്കും ഇഷ്ടപ്പെട്ടു, അച്ഛനും ഇഷ്ടമായി. ഇത് എവിടുന്നാണ് വാങ്ങിയെന്ന് ചോദിക്കും. അപ്പം അമ്മ പറയും അതെനിക്കറിയില്ല, ശരത്താ വാങ്ങിച്ചതെന്ന് പറയും. അപ്പോൾ സച്ചിയുടെ മുഖം ഒന്ന് മാറും. അവൻ വാങ്ങിയ ഷർട്ടാണല്ലേ എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് എഴുന്നേൽക്കും. ആ സമയത്ത് ശരത്ത് അങ്ങോട്ട് കയറി വരികയാണ്. സച്ചി പറയും ഇവൻ വാങ്ങിയ ഷർട്ടാണെന്ന് നീ പറഞ്ഞില്ലല്ലോ, ആര് വാങ്ങിയാലും എന്താണെന്നൊക്കെ രേവതി ചോദിക്കും. അപ്പോൾ സച്ചി പറയും അമ്മയാണെങ്കിൽ അത് അധ്വാനിച്ച കാശ് കൊണ്ട് വാങ്ങിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു, ഇവൻ വാങ്ങിയത് നേർവഴിക്കുണ്ടാക്കിയ കാശ് കൊണ്ടല്ല. ശരത്ത് പറയും അധ്വാനിച്ച് നേർവഴിക്കുണ്ടാക്കിയ കാശ് കൊണ്ട് തന്നെ ഞാനിത് മേടിച്ചത്. സച്ചി പറയും നേർവഴിക്ക് നിൻ്റെ കയ്യിൽ കാശെത്തുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. സച്ചി അതും പറഞ്ഞ് ഷർട്ട് ഊരിക്കളയാണ്. അതും പറഞ്ഞ് സച്ചി കാറിൽ കയറാൻ പോകുമ്പോൾ രേവതിയൊക്കെ തടയും. പക്ഷേ സച്ചി അതുകൊണ്ടൊന്നും നിൽക്കില്ല. സച്ചി രേവതിയോടും കാറിൽ കയറാൻ പറഞ്ഞ് അവളെയും കൊണ്ട് അവിടുന്ന് തിരിച്ചു പോവാണ്. ശരത്ത് പറയും അമ്മ എന്താ പറഞ്ഞേ, ഞാൻ ഷർട്ട് മേടിച്ചു കൊടുത്താൽ അയാൾക്ക് സന്തോഷമാവുന്നല്ലേ, ഇതാണ് അയാളുടെ സ്വഭാവം, അതാര് വിചാരിച്ചാലും ഒരു കാലത്ത് മാറ്റാൻ പറ്റില്ല. സച്ചി കാർന്നു ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. രേവതിക്ക് ഈ വേഷത്തിലാണ് വീട്ടിലേക്ക് പോകുന്നത്. എന്നിട്ട് ഒരു ഷോപ്പിൽ ഡ്രസ്സ് വാങ്ങാൻ സച്ചി പോകാൻ നിൽക്കുമ്പോൾ രേവതി തടഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറയും. രേവതി പോകുമ്പോൾ കൂടെ തന്നെ സച്ചി ഇറങ്ങി വരും. അവിടുത്തെ ഷോപ്പുകാരായിരിക്കും എന്താ ഷർട്ടൊന്നും ഇടാതെ വന്നേക്കും. സച്ചി പറയും ഷർട്ട് ഇട്ടിരുന്നെങ്കിൽ ഊരണ്ടേ, ഇതാകുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഫിറ്റാണെന്ന് നോക്കാം, എങ്ങനെയുണ്ട് ബുദ്ധി എന്ന് ചോദിക്കും. ഇത് കേട്ട് രേവതി പറയും സാർ തെറ്റിദ്ധരിക്കരുത്, അദ്ദേഹത്തിന് തലയ്ക്ക് അസുഖമൊന്നുമില്ല എന്ന് പറയും. ഞാൻ ഇവിടെ ഷോപ്പ് തുടങ്ങിയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, ഇതുപോലൊരു കസ്റ്റമർ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് പറയും. എനിക്കങ്ങ് ഇഷ്ടമായി, സാറിൻ്റെ സൈസിലുള്ള ഷർട്ട് ഇവിടെ ഉണ്ടാവുന്നുള്ള ഉറപ്പിലല്ലേ സാർ ഈ ബെനിനിട്ട് ഇങ്ങോട്ട് കയറി വന്നു. ആ വിശ്വാസമാണ് എൻ്റെ ശക്തി എന്ന് പറഞ്ഞ് സച്ചിയെ കൊണ്ടുപോയി ഡ്രസ്സ് കാണിക്കാണ്. അയാൾ എല്ലാവരും വിളിക്കും. എന്നിട്ട് പറയും നമുക്ക് ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കണമെന്ന് പറയും. സച്ചിക്ക് എന്തിനു വയ്ക്കും, നിങ്ങളിങ്ങനെ വന്നത് എൻ്റെ ഷോപ്പിനൊരു കോംപ്ലിമെൻ്റ് ആണെന്നൊക്കെ പറയും. എന്നിട്ട് അവരെല്ലാവരും കൂടി നിന്നിട്ടൊരു ഫോട്ടോ എടുക്കുകയാണ്. എന്നിട്ട് അയാൾ സെയിൽസ്മാൻ്റെ അടുത്ത് കൊടുത്തു വയ്ക്കും. എന്നിട്ട് പറയും ഇത് ഷോപ്പിൻ്റെ പേര് വെച്ചിട്ട് പരസ്യം ചെയ്യുമെന്ന് പറയും. സച്ചി ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് എടുക്കും, അതിന് അയാൾ 30% ഡിസ്കൗണ്ടും കൊടുക്കും. അനിയനെ പറ്റി പറയുമ്പോൾ രേവതി ചോദിക്കും എന്തിനാ അവനോട് ഇത്ര ദേഷ്യം എന്ന് ചോദിക്കും. സച്ചി അറിയും അവൻ ചെയ്തു കൂട്ടിയൊന്നും നിനക്കറിയില്ല എന്ന് പറയും. രേവതി അറിയാം അതെ എന്നോടൊന്ന് പറയാമെന്ന് പറയും, എങ്കിലല്ലേ എനിക്ക് അറിയാൻ പറ്റുമെന്ന് പറയും. പക്ഷേ എത്ര നിർബന്ധിച്ചിട്ടും സച്ചി അത് പറയില്ല. സച്ചിയും രേവതിയും വീട്ടിൽ ആരോടും മിണ്ടാതെ അങ്ങോട്ട് കയറി ചെല്ലാണ്. അമ്മ സുധിയോട് വയ്ക്കും സുധി ഇവൻ രാവിലെ ഈ ഷർട്ട് അല്ലായിരുന്നല്ലോ ഇട്ടിരുന്നത്. സുധി ഒന്ന് ആലോചിക്കും. എന്നിട്ട് പറയും ഷർട്ട് ഇതല്ല എന്ന് പറയും. അമ്മ പറയും രണ്ടുപേരുടെ മുഖഭാവം അത്ര ശരിയല്ല. ആ സമയത്ത് അച്ഛമ്മ അങ്ങോട്ട് വരും. അച്ഛമ്മ വയ്ക്കും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേന്ന് ചോദിക്കും. അച്ഛമ്മ രേവതി കാണുമ്പോൾ വയ്ക്കും നീ എന്താ ഇത്ര നേരത്തെ വന്നത്, നിങ്ങളുടെ കല്യാണ നാളല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞേച്ചെന്നൊക്കെ ചോദിക്കും. രേവതി പറയും ഇവിടെ കുറേ ജോലിയുണ്ട് അതാ നേരത്തെ പോകുന്നതെന്ന് പറയും. അച്ഛമ്മ പറയും ഇവിടുത്തെ ജോലി ചേർക്കാൻ നീ പോയ ഉടനെ തിരികെ വരേണ്ടിയിരുന്നില്ല. അച്ഛനും സച്ചിയോട് വയ്ക്കും വീട്ടിൽ പോയിന്ന് വെറുതെ കള്ളം പറഞ്ഞാണോ വയ്ക്കും. സച്ചി പറയും അല്ല പോയി വേഗം പോകുന്നു എന്ന് പറയും. അച്ഛമ്മ ഷർട്ടിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ സച്ചിക്ക് ഉത്തരവില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്.